2024 ഓഗസ്റ്റ് 13 ചൊവ്വ. ഇന്ന് 1199 കർക്കിടകം 29. വാർത്തകൾ വായിക്കുന്നത് ജി രവി. സംസ്ഥാനതല ബാങ്ക് സമിതി തീരുമാനം. വയനാട്ടിലെ ദുരിതബാധിതരുടെ ബാങ്ക് വായ്പയ്ക്ക് മൊറട്ടോറിയം. വായ്പ എഴുതിത്തള്ളാൻ കേരള ബാങ്ക്. വയനാട്ടിൽ ഉരുൾപൊട്ടലിനിരയായ എല്ലാ കുടുംബാംഗങ്ങളുടെയും വായ്പകൾക്ക് മൊറട്ടോറിയം അനുവദിക്കാൻ ബാങ്കുകൾ. സംസ്ഥാനതല ബാങ്ക് സമിതിയാണ് മൊറട്ടോറിയം പ്രഖ്യാപിക്കാൻ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയത്. ചൂരൽമല ശാഖയിലെ വായ്പക്കാരിൽ മരിച്ചവരുടെയും വീടും ഭൂമിയും നഷ്ടപ്പെട്ടവരുടെയും മുഴുവൻ വായ്പകളും എഴുതിത്തള്ളാൻ കേരള ബാങ്ക് ഭരണസമിതി യോഗവും തീരുമാനിച്ചു. ജില്ലാതല ബാങ്ക് സമിതിയുടെ പ്രാഥമിക കണക്കെടുപ്പ് പ്രകാരം 22 കോടി രൂപയുടെ വായ്പയാണ് ദുരന്തത്തിനിരയായവർ തിരിച്ചടയ്ക്കാനുള്ളത്. ഇവരിൽ ആരെയും വായ്പ തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെട്ട് നേരിട്ടോ ഫോണിലൂടെയോ തപാലിലൂടെയോ ശല്യപ്പെടുത്താൻ പാടില്ലെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൃഷി വായ്പകൾക്കാണ് ആദ്യം മൊറട്ടോറിയം അനുവദിക്കുക. 50% വരെ കൃഷി നശിച്ചിട്ടുണ്ടെങ്കിൽ 1 വർഷത്തെ മൊറട്ടോറിയവും 1 വർഷത്തെ അധിക തിരിച്ചടവ് കാലാവധിയും അനുവദിക്കാം. 50% മേൽ കൃഷിനാശമുണ്ടെങ്കിൽ 5 വർഷം വരെ തിരിച്ചടവ് കാലാവധി നീട്ടി നൽകാനാകും. പൂർണ്ണമായും കൃഷി നശിച്ചെന്ന് സംസ്ഥാന കൃഷി വകുപ്പ് റിപ്പോർട്ട് ചെയ്തതിനാൽ 1 വർഷത്തെ മൊറട്ടോറിയവും 5 വർഷം വരെ തിരിച്ചടവ് കാലാവധിയും ബാങ്കുകൾ അനുവദിക്കാനാണ് സാധ്യത. വായ്പയെടുത്തവർ മൊറട്ടോറിയം അനുസരിച്ച് 1 വർഷം പണം തിരിച്ചടയ്ക്കേണ്ടതില്ല. അത് കഴിഞ്ഞുള്ള തിരിച്ചടവിനായി വായ്പ പുനഃക്രമീകരിച്ച് നൽകും. തിരിച്ചടവിലെ 1 വർഷത്തെ അവധി ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കില്ല. എന്നാൽ ഈ കാലയളവിലെ പലിശ ബാക്കി തിരിച്ചടയ്ക്കാനുള്ള വായ്പ തുകയിൽ ഉൾപ്പെടുത്തുന്നതാണ് രീതി. വായ്പകൾ പൂർണ്ണമായി എഴുതിത്തള്ളണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇതിന് വായ്പ എഴുതിത്തള്ളിയാലുള്ള സാമ്പത്തിക ബാധ്യത എത്രയാണെന്ന കണക്കെടുപ്പ് പൂർത്തിയാകേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് എഴുതിത്തള്ളൽ പ്രഖ്യാപിക്കുന്ന കാര്യം സർക്കാർ പരിഗണിക്കും. അങ്ങനെയെങ്കിൽ വായ്പാ ബാധ്യത സർക്കാർ വഹിക്കേണ്ടി വരും. ഓഖി ദുരന്തത്തിൽപ്പെട്ടവരുടെ വായ്പ സർക്കാർ എഴുതിത്തള്ളിയിരുന്നു. ഹിൻഡൻബർഗ് റിപ്പോർട്ട് പ്രതിപക്ഷ നോട്ടം കോടതിയിലേക്ക്. JPC അന്വേഷണ ആവശ്യം ഇത്തവണയും കേന്ദ്രം തള്ളിയേക്കും. ഹിൻഡൻബർഗിൻ്റെ പുതിയ റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഗൗതം അദാനിയെയും. ഇതോടെ BJPയുടെ വിമർശനമത്രയും രാഹുലിനു നേരെയായി. കഴിഞ്ഞ വർഷം ഹിൻഡൻബർഗിൻ്റെ ആദ്യ റിപ്പോർട്ട് വന്നപ്പോഴും ഇതായിരുന്നു സ്ഥിതി. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡിൻ്റെ, അതായത് സെബിയുടെ പ്രസ്താവനയ്ക്കപ്പുറം തങ്ങൾക്ക് ഒന്നും പറയാനില്ലെന്നാണ് ധനമന്ത്രാലയത്തിൻ്റെ നിലപാട്. അടിസ്ഥാനമില്ലാത്തതും ദുരുദ്ദേശപരവുമെന്ന് പറഞ്ഞ് ഹിൻഡൻബർഗിൻ്റെ ആരോപണത്തെ ഇത്തവണയും അദാനി ഗ്രൂപ്പ് തള്ളിക്കളയുന്നു. ഇന്ത്യക്കെതിരെയുള്ള ആക്രമണമെന്നാണ് കഴിഞ്ഞ തവണ അദാനി പറഞ്ഞത്. BJPയും അതേ ആരോപണമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. വിഷയം സംയുക്ത പാർലമെൻ്ററി സമിതി, അതായത് JPCക്ക് അന്വേഷിക്കണമെന്നാണ് ഹിൻഡൻബർഗിൻ്റെ ആദ്യ റിപ്പോർട്ട് വന്നപ്പോൾ പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. അന്ന് പ്രതിപക്ഷത്തായിരുന്ന JDUവിനും ഇതേ നിലപാടായിരുന്നു. പാർലമെൻറ്റിലെ കക്ഷിനില പരിഗണിക്കുമ്പോൾ JPC കൊണ്ട് കാര്യമില്ലെന്ന് അന്ന് തൃണമൂൽ കോൺഗ്രസ് നിലപാടെടുത്തു. JPC രൂപീകരിക്കാൻ സർക്കാർ തയ്യാറായതുമില്ല. ഇത്തവണ കോൺഗ്രസും ഇടതു പാർട്ടികളും തൃണമൂലും ഉൾപ്പെടെ വീണ്ടും JPC ആവശ്യപ്പെടുകയാണ്. അത് അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാവില്ലെന്ന് വ്യക്തമാണ്. ഇപ്പോൾ ഭരണപക്ഷത്തുള്ള JDUവിൻ്റെ നിലപാട് മാറിയോ എന്ന് വ്യക്തമല്ല. സെബിയുടെ അന്വേഷണം സമഗ്രമാണെന്ന് കഴിഞ്ഞ ജനുവരിയിൽ സുപ്രീം കോടതി പറഞ്ഞിരുന്നു. ഇപ്പോൾ സെബി മേധാവിക്കെതിരെ ആരോപണമുയർന്ന സ്ഥിതിക്ക് കോടതി എന്ത് നിലപാടെടുക്കുമെന്നാണ് വ്യക്തമാകേണ്ടത്. കോടതി സ്വമേധയാ നടപടിയെടുക്കണമെന്നാണ് കോൺഗ്രസും മറ്റും ആവശ്യപ്പെടുന്നത്. വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് കഴിഞ്ഞ വർഷത്തെ ആദ്യ ഹർജിക്കാരൻ വിശാൽ തിവാരി വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂനപക്ഷത്തിന് ഐക്യദാർഢ്യം. ഹിന്ദു വിഭാഗം നടത്തിയ റാലിയിൽ പിന്തുണയുമായി മുസ്ലിങ്ങളും. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് ലക്ഷക്കണക്കിന് ആളുകൾ ചിറ്റഗോങ്ങിൽ റാലി നടത്തി. ഹിന്ദു വിഭാഗം നടത്തിയ റാലിയിൽ പിന്തുണയുമായി 10,000-കണക്കിന് മുസ്ലിങ്ങളും എത്തി. ബംഗ്ലാദേശ് പ്രക്ഷോഭത്തിൻ്റെ ആദ്യ ദിനങ്ങളിൽ ഏതാനും ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്കും ആരാധനാലയങ്ങൾക്കുമെതിരെ ആക്രമണം നടന്നിരുന്നു. ധാക്കയിലും ന്യൂനപക്ഷ വിഭാഗങ്ങൾ റാലി നടത്തി. ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം വേണമെന്നും പാർലമെൻറ്റ് സീറ്റുകളിൽ 10% സംവരണം ചെയ്യണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ബംഗ്ലാദേശിൽ 52 ജില്ലകളിലായി 205 അക്രമ സംഭവങ്ങൾ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടന്നതായാണ് റിപ്പോർട്ടുകൾ. അവാമി ലീഗ് നേതാക്കളുടെയും പ്രധാനപ്പെട്ട അണികളുടെയും വ്യാപാര സ്ഥാപനങ്ങളും വീടുകളും കൊള്ളയടിക്കപ്പെട്ടിരുന്നു.
എന്നാൽ അക്രമം പാടില്ലെന്നും ന്യൂനപക്ഷ സ്ഥാപനങ്ങൾ ആക്രമിക്കരുതെന്നും സമരക്കാർ കർശന നിർദ്ദേശം അണികൾക്ക് നൽകിയിട്ടുണ്ടെന്ന് ബംഗ്ലാദേശിലെ മലയാളി സമൂഹം പറഞ്ഞു. ക്ഷേത്രങ്ങൾക്കും മറ്റും വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ കാവലിരിക്കുന്നുണ്ട്. ന്യൂനപക്ഷ സ്ഥാപനങ്ങൾ ആക്രമിച്ചതിനെ ഇടക്കാല പ്രധാനമന്ത്രി മുഹമ്മദ് യൂനുസ് അപലപിച്ചിരുന്നു. ബംഗ്ലാദേശ് സാവധാനം പൂർവ്വസ്ഥിതിയിലേക്ക് മാറുകയാണ്. പ്രധാന ഫാക്ടറികളും സ്ഥാപനങ്ങളും തുറന്നു. അവശ്യസാധന കടകളും തുറന്നിട്ടുണ്ട്. ഇന്ത്യയിലേക്ക് പ്രവേശിക്കാൻ അനുവാദം കാത്ത് അതിർത്തിയിൽ കാത്തിരിക്കുകയായിരുന്ന 1000-ഓളം പേരിൽ ഭൂരിപക്ഷം സ്വന്തം പ്രദേശങ്ങളിലേക്ക് മടങ്ങി. ത്രിപുരയിൽ അതിർത്തി വഴി നുഴഞ്ഞു കയറാൻ ശ്രമിച്ച 15ഓളം ബംഗ്ലാദേശ് പൗരന്മാരെ BSF പറഞ്ഞയച്ചു. US-ലെ ഹൂസ്റ്റണിലും 300ഓളം ബംഗ്ലാദേശ് വംശജരായ ഹിന്ദുക്കൾ പ്രതിഷേധ പ്രകടനം നടത്തി. പ്ലാസ്റ്റിക് മാലിന്യ ശേഖരണം ആഴ്ചയിലൊരിക്കൽ നിർബന്ധം. ഹരിതകർമ്മസേനയുടെ ഫീസ് സർക്കാർ നിശ്ചയിച്ച് നൽകുമെന്നും മന്ത്രി. വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് ഹരിതകർമ്മസേനയ്ക്ക് വാങ്ങാവുന്ന പരമാവധി ഫീസ് സർക്കാർ നിശ്ചയിച്ച് നൽകുമെന്ന് മന്ത്രി MB രാജേഷ് പറഞ്ഞു. വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ആഴ്ചയിലൊരിക്കൽ പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കും. ശേഖരിക്കുന്ന വിവിധതരം ഖരമാലിന്യങ്ങൾക്ക് പ്രത്യേക ഫീസ് ഈടാക്കുന്നത് അവസാനിപ്പിക്കും. നിശ്ചിത യൂസർ ഫീയിൽ എല്ലാത്തരം അജൈവ മാലിന്യങ്ങളും നിശ്ചിത ദിവസം ശേഖരിക്കണം. വിവിധതരം മാലിന്യങ്ങൾക്ക് ഈടാക്കുന്ന തുകയിലെ അന്തരം കുറയ്ക്കും. കലണ്ടർ പ്രകാരമല്ലാതെ ഉപയോക്താവിൻ്റെ പ്രത്യേക ആവശ്യപ്രകാരം അജൈവ മാലിന്യം ശേഖരിക്കുന്നുണ്ടെങ്കിൽ അധിക ഫീസ് ഈടാക്കാം. ജനങ്ങൾക്ക് തത്സമയം പ്രശ്നപരിഹാരത്തിന് തദ്ദേശ ഭരണ പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിൽ കോൾ സെൻ്ററും വാട്സാപ്പ് നമ്പറും ഏർപ്പെടുത്തും. പ്രാബല്യത്തിലുള്ള ലൈസൻസ് സ്പോട്ടിൽ തന്നെ പുതുക്കുന്നതിനും അത് ചെയ്തു കൊടുത്തില്ലെങ്കിൽ അപ്പീൽ നൽകാനും ശിക്ഷ നൽകാനും വ്യവസ്ഥയുണ്ടാകും. സേവനങ്ങൾ ഓൺലൈനിലാണെന്നിരിക്കെ കാരണമില്ലാതെ വിളിച്ചു വരുത്തിയാൽ നടപടിയെടുക്കും. ഓൺലൈൻ അപേക്ഷകളിൽ സേവനം ഓൺലൈനിൽ തന്നെ ലഭ്യമാക്കണം. പുതിയ സേവനാവകാശ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അപേക്ഷയോടൊപ്പം വേണ്ട കാര്യങ്ങളുടെ ചെക്ക് ലിസ്റ്റ് പുതുക്കും. പൂർണ്ണമായ അപേക്ഷകളിൽ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുന്ന തീയതി കൈപ്പറ്റ് രസീതിയോടൊപ്പം അപേക്ഷകന് നൽകും. പുതിയ രേഖകൾ ആവശ്യമെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ അപേക്ഷകനോട് രേഖാമൂലം ആവശ്യപ്പെടണം. സേവനം ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കാൻ നിലവിലുള്ള 66 ഇന്റേണൽ വിജിലൻസ് ഓഫീസർമാർക്ക് തദ്ദേശ സ്ഥാപനങ്ങളുടെ ചുമതല വീതിച്ചു നൽകും. കോർപ്പറേഷനുകളിലും ജില്ലാ പഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും റീജിയണൽ പെർഫോമൻസ് ഓഡിറ്റ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘവും നഗരസഭകളിലും പഞ്ചായത്തുകളിലും ഇന്റേണൽ വിജിലൻസ് ഓഫീസർമാരുടെ നേതൃത്വത്തിലുള്ള സംഘവുമാണ് ചുമതല വഹിക്കുക. മാധ്യമ സ്വാതന്ത്ര്യം തടസ്സപ്പെട്ടാൽ ആൾക്കൂട്ട വാഴ്ചയെന്ന് ഹൈക്കോടതി. വാർത്തകളുടെ പേരിൽ അപകീർത്തി കേസെടുക്കുമ്പോൾ വസ്തുത ഉറപ്പുവരുത്തണമെന്ന് കോടതികൾക്ക് നിർദ്ദേശം. മാധ്യമങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കുമെതിരെ അപകീർത്തി കേസെടുക്കുമ്പോൾ മതിയായ വസ്തുതകളുണ്ടെന്ന് വിചാരണ കോടതികൾ ഉറപ്പുവരുത്തിയില്ലെങ്കിൽ മാധ്യമ സ്വാതന്ത്ര്യവും അറിയാനുള്ള അവകാശവും ഹനിക്കപ്പെടുമെന്ന് ഹൈക്കോടതി. മാധ്യമ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങിട്ടാൽ ജനാധിപത്യത്തിന് പകരം ആൾക്കൂട്ട വാഴ്ചയാവും നാട്ടിലുണ്ടാവുകയെന്ന് ജസ്റ്റിസ് A. ബദറുദ്ദീൻ പറഞ്ഞു. ഉത്തരവിൻ്റെ പകർപ്പ് ജില്ലാ കോടതികൾക്ക് അയക്കാനും ഹൈക്കോടതി രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകി. വയനാട് വിശദമായ പാക്കേജിന് സമയമെടുത്തേക്കും. വയനാട് ദുരന്ത മേഖലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തിയെങ്കിലും വിശദമായ ധനസഹായ പാക്കേജിനും ദുരന്തത്തിൻ്റെ വ്യാപ്തി കണക്കിലെടുത്തുള്ള പ്രഖ്യാപനത്തിനും സമയമെടുത്തേക്കാം. സ്വാഭാവിക നടപടിക്രമങ്ങൾ പാലിക്കണമെന്നതിനാലാണ് അത്. വയനാട്ടിൽ സംഭവിച്ച ദുരന്തത്തിൻ്റെ വ്യാപ്തി വ്യക്തമാക്കുന്ന സമഗ്ര വിലയിരുത്തൽ റിപ്പോർട്ട് കേന്ദ്രത്തിന് കൈമാറുകയാണ് ഇനിയുള്ള കടമ്പ. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ കേരളവുമായി ബന്ധപ്പെട്ട ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ്റെ ഇടപെടലുകളും നിർണായകമാകും. ദുരന്ത സാഹചര്യത്തെക്കുറിച്ചും രക്ഷാദൗത്യത്തെക്കുറിച്ചും നേരിട്ട് ബോധ്യമുള്ള ആഭ്യന്തര മന്ത്രാലയം, കർഷകാശ്വാസം ആവശ്യമായി വരുമെന്നതിനാൽ കൃഷി മന്ത്രാലയം എന്നിവിടങ്ങളിൽ നിന്നുള്ള വിവരങ്ങളും പ്രധാനമന്ത്രിയുടെ ഓഫീസ് തേടും. കേരളത്തിൽ നിന്ന് പൂർണ്ണ റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കും ഈ നടപടികൾ. ചീഫ് സെക്രട്ടറിക്കാണ് റിപ്പോർട്ടിൻ്റെ ചുമതല. ഇക്കാര്യത്തിൽ വിശദമായ ചർച്ച കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്നതായും ഹ്രസ്വ ദീർഘകാല ആവശ്യങ്ങൾ വ്യക്തമാക്കിയുള്ള റിപ്പോർട്ടാകും കേന്ദ്രത്തിന് നൽകുകയെന്നും കേരള സർക്കാരിൻ്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി KV തോമസ് വ്യക്തമാക്കി. ഡൽഹി കേരള ഹൗസിലെ റെസിഡന്റ് കമ്മീഷണർ അജിത് കുമാർ PMOയിൽ പ്രവർത്തിച്ച് പരിചയമുള്ളയാളാണെന്നതും ഗുണം ചെയ്തേക്കും. അതിനിടെ കേരളത്തിൻ്റെ അടിയന്തര ആവശ്യങ്ങൾ ഉൾപ്പെടുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. സമാനതകളില്ലാത്ത ദുരന്തമാണ് കേരളത്തിലുണ്ടായതെന്ന് വ്യക്തമാക്കിയുള്ള കത്തിൽ ദുരന്തത്തിൻ്റെ വ്യാപ്തി കണക്കിലെടുത്തുള്ള പിന്തുണ തേടിയിട്ടുണ്ട്.
മുൻകാല സാഹചര്യം കൂടി കണക്കിലെടുത്താൽ വയനാട് ദുരന്തത്തെ ഗുരുതര സ്വഭാവമുള്ള ദുരന്തമായി പരിഗണിച്ച് കേന്ദ്ര സഹായം ലഭ്യമാക്കാനാണ് സാധ്യത. എന്നാൽ വയനാട്ടിലെ സാഹചര്യത്തെ പ്രത്യേകമായി പരിഗണിച്ച് ദേശീയ ദുരന്തം എന്ന നിലയിൽ തന്നെ കണക്കാക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ശുഭദിനം. നന്ദി.